ആകെ പുലിവാല പിടിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെറുതെ ഇരുന്ന് ഇറാനെ പ്രകോപിപ്പിച്ചത് ട്രംപും നെതന്യാഹുവും ചേർന്നാണ്. ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടരുമ്പോഴാണ് തികച്ചും ഏകപക്ഷീയമായി USഉം ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. പിന്നാലെ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം കൂപ്പുകുത്തി. ഇതോടെ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. എന്നാൽ ഇറാന്റെ മുന്നിൽ തോറ്റു എന്ന തോന്നൽ ഉണ്ടാകാനും പാടില്ല. ഒന്നാം ഘട്ട വെടിനിർത്തൽ ബുധനാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 5:30 അവസാനിച്ചത്. ഇതോടെ പതിവ് പോലെ ഏകപക്ഷീയമായി തന്നെ വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടിയതായി ട്രംപ് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടിയതെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ചർച്ചയെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ ചിന്തിക്കുന്നതേയില്ലെന്നത് വ്യക്തം. സമാധാന ചർച്ചകൾക്കായി US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാൻ ശ്രദ്ധിച്ചതേയില്ല എന്ന് പറയുന്നതാവും ശരി. ഇതോടെ USഉം ട്രംപും കൂടുതൽ വെട്ടിലായി. ആദ്യഘട്ട സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരുന്നു. ചൊവ്വാഴ്ച ചർച്ചകൾക്കായി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് വാൻസ് പുറപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഇല്ലാതെ വന്നതോടെ വാൻസ് ഇസ്ലാമാബാദ് സന്ദർശനം മാറ്റിവെച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വാൻസ് വാഷിംഗ്ടണിൽ തന്നെ തുടരുകയാണ്. അക്ഷരാർത്ഥത്തിൽ പറയാം, ഇറാനെ ഇനി വെറുക്കാൻ USന് കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രകോപിപ്പിച്ച് ഇറാനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ, ഭ്രാന്തൻ നിലപാടുകളിലൂടെ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ തള്ളിയിട്ടത് പ്രസിഡന്റ് ട്രംപാണ്. അതിനിടയിലാണ് ഏകപക്ഷീയമായി വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടിയതായി ട്രംപ് പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിലപാട് ഇറാനും പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചർച്ചയ്ക്കെത്താത്തതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. USന്റെ പരസ്പര വിരുദ്ധമായ നിലപാടുകളും പ്രസ്താവനയും, സ്വീകരിക്കാൻ കഴിയാത്ത നടപടികൾ, ഇക്കാരണത്താലാണ് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലെത്തിയതെന്ന് ഇറാൻ പറയുന്നു. US ഉപരോധത്തെ കടൽ കൊള്ളയെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഭരണകൂട ഭീകരതയെന്നും USന്റെ നടപടികളെ ഇറാൻ വിമർശിച്ചു. ഇറാന്റെ കപ്പലുകളെ തടഞ്ഞ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇറാൻ പറഞ്ഞു. അതിനിടയിലും ആക്രമണവുമായി ഇറാൻ മുന്നോട്ടു പോവുകയാണ്. ഇറാനെ ആര് പിടിച്ചു കിട്ടും? ഗൾഫ് രാജ്യങ്ങൾക്കോ പാകിസ്ഥാനോ പോലും അതിന് സാധിക്കില്ല. ഇറാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന 2 രാജ്യങ്ങൾ ചൈനയും റഷ്യയുമാണ്. ഒരു പരിധിവരെ തുർക്കിക്കും സ്വാധീനിക്കാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണ്. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ലോകത്തെ വിഴുങ്ങും.